നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടന്ന ഇരട്ട നരബലിയിൽ പ്രവാസികളെല്ലാം തന്നെ വളരെ ഞെട്ടലിലും ആശങ്കയിലും ഒക്കെയാണ്. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഇങ്ങ് നാട്ടിലുണ്ടല്ലോ. ഈ സംഭവം കുറച്ചൊന്നുമല്ല ആളുകളെ ഭയചകിതരാക്കിയത്. അതിനിടയിൽ ഇത്തരം ആഭിചാരക്രിയകൾ നടത്തുന്നവർക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ പൊതിപ്പാട് വാസന്തി മഠം എന്ന പേരിൽ ആശ്രമം സ്ഥാപിച്ച കുട്ടികളെ ആഭിചാരക്രിയകൾക്ക് വിധേയയാക്കിയ മന്ത്രവാദിനി പിടിയിലായ വാസന്തി ഒരു പ്രവാസിയുടെ ഭാര്യയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപാണ് ശോഭന തിലകും, അതായത് വാസന്തിയും ഭർത്താവും 2 മക്കളും കൂടി മെഴുവേലിയിൽ വാടക വീട്ടിൽ താമസം തുടങ്ങുന്നത്. പിന്നീട് ആ വീട് ഇവർ വിലയ്ക്ക് വാങ്ങി. അക്കാലത്ത് ഇവരുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടെ ഇവർ നാട്ടുകാരുമായി നിരന്തരം അടിപിടിയും ബഹളവും ഉണ്ടാക്കി. ചിലർ തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് കാണിച്ച് 6 പേർക്കെതിരെ ഇവർ പരാതിയും നൽകുകയുണ്ടായി. വിവരമറിഞ്ഞ് നാട്ടിലെത്തിയ ഇവരുടെ ഭർത്താവ് ഈ കഥകളൊക്കെ കേട്ട് അപ്പാടെ ഞെട്ടി. പിന്നീട് പോലീസ് സഹായത്തോടെ വീട്ടിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു. വീട് വിറ്റ ഭർത്താവ് 2 മക്കളെയും കൂട്ടി ഇദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക് മടങ്ങി. ശോഭന തന്റെ സ്വദേശമായ കുമ്പഴയിലേക്കും മടങ്ങുകയായിരുന്നു. തുടർന്ന് ഏലിയറക്കലിൽ ആശ്രമം തുടങ്ങിയ ശോഭന നാട്ടുകാരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. പിന്നീട് ശോഭന തിലക് എന്ന പേര് മാറ്റി വാസന്തി അമ്മയാകുകയായിരുന്നു. കൂടോത്രം ചെയ്യാനും ആഭിചാര കർമ്മങ്ങൾക്കും നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തി. വാസന്തിയമ്മ മഠത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനായി മലയാലപ്പുഴ ക്ഷേത്ര പരിസരത്ത് ഏജന്റുമാരെയും നിയോഗിച്ചിരുന്നതായി വിവരമുണ്ട്. വരുമാനം കൂടിയതോടെ പണം പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. പണപ്പിരിവിനായി ഇവർക്ക് ഗുണ്ടകൾ ഉണ്ടായിരുന്നതായും വിവരമുണ്ട്. അങ്ങനെ പണം നൽകിയ ഒരാളിൽ നിന്നാണ് പൊതിപ്പാട്ടെ വീട് ഇവർ കൈക്കലാക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ എത്തിയിരുന്നു. ഇതിനിടെ പൊതിപ്പാട്ടെ അയൽവാസികളുമായി പലതവണ വാസന്തി കലഹങ്ങൾ ഉണ്ടാക്കി. പരിസരവാസികളെ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പലരും പോലീസിൽ പരാതി നൽകി. ആഭിചാരക്രിയകളുടെ ഭാഗമായി കുട്ടികളെ നഗ്നരാക്കിയതുമായി ബന്ധപ്പെട്ടും പരാതികൾ ഉണ്ടായിരുന്നു. നാട്ടുകാരെ വെല്ലുവിളിച്ചു കഴിഞ്ഞിരുന്ന വാസന്തിയെ പലർക്കും വളരെ ഭയമായിരുന്നു. പലപ്പോഴും ബനിയനും ബർമൂഡയുമായിരുന്നു ഇവരുടെ വേഷം. പൂജകൾക്കായി വരുന്ന സ്ത്രീകളുടെ വസ്ത്രം അഴിച്ചുമാറ്റിയ ശേഷം ഇവർ അസഭ്യവർഷം നടത്തും. തുടർന്നാണ് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിലുള്ള ഇവരുടെ ചൂരൽ പ്രയോഗം. സ്വയം ദൈവമാണെന്ന് പറയുന്ന വാസന്തിയുടെ അസഭ്യവർഷം കേട്ടാണ് അയൽവാസികളെല്ലാം ഉറക്കമുണരുന്നത്. തന്റെ ദേഹത്ത് ഒരു ശക്തി കയറുമെന്നും ആ ശക്തിയാണ് ഈ അസഭ്യവർഷം പറയുന്നതും ബാധ മാറ്റുന്നതെന്നുമാണ് വാസന്തി പറയുന്നത്. ഒരിക്കൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നാട് വിട്ടുപോയ ഇവർ വീണ്ടും ഇവിടെ തിരികെ എത്തുകയായിരുന്നു. ഇവർക്കെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ ഇവിടെ നിന്ന് അലർച്ചയും നിലവിളിയും പതിവായി കേട്ടിരുന്നതായും നാട്ടുകാർ പറയുന്നു. എന്തായാലും ഇവർ പിടിയിലായതോടെ നാട്ടുകാരുടെ ആ വലിയ ഭയമാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.